ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സി ഇംപ്ലൈസ് ഡി ആണ്. അപ്പോൾ അസ്യൂം ദാറ്റ് ദ റേഞ്ച് ഓഫ് ടി എ ഈസ് ആർ എൻ. അതാണ് സി. നമുക്ക് ഡി പ്രൂവ് ചെയ്യണം. അതായത് 1 ആണ്, ടി എ 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ റേഞ്ച് ഓഫ് ടി എ ഈസ് ആർ എൻ അസ്യൂം ചെയ്താൽ റേഞ്ച് ഓഫ് ടി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം സ്പേസ് ഓഫ് എ ആണെന്നറിയാം. കോളം സ്പേസ് ഓഫ് എ ഈസ് ആർ എൻ എന്ന് കിട്ടും. അപ്പോൾ ആർ എൻ ആണ് എങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എൻ ആണ്. അപ്പോൾ കോളം സ്പേസിൻ്റെ ഡയമെൻഷൻ എൻ ആണെന്ന് കിട്ടും. അതായത് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ തിയറം പ്രകാരം റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു എൻ തന്നെ കിട്ടേണ്ടത്. അപ്പോൾ നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു 0 ആയേ പറ്റൂ. അപ്പോൾ നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നൾ സ്പേസ് ഓഫ് എയുടെ അകത്ത് ആരാ ഉണ്ടാവുക? സെറ്റ് 0 മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് നള്ളിറ്റി അവിടെ എന്ത് വരിക? 0 വരിക. അപ്പോൾ for any two vectors u and v in Rn we have ta of u equal to ta of v എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ we have ta പകരം au എന്ന് എഴുതാം, ta of v പകരം av എന്ന് എഴുതാം. au is equal to av എന്ന് കിട്ടും. From that a of u minus v, that is au minus av equal to 0 എന്ന് കിട്ടും. അപ്പോൾ എ ഓഫ് യു മൈനസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ യു മൈനസ് ബി എവിടുത്തെ മെമ്പർ ആയിരിക്കും? നൾ സ്പേസിലെ മെമ്പർ ആയിരിക്കും അല്ലേ? 0ലെ എ ഓഫ് യു മൈനസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പോൾ യു മൈനസ് ബി ബിലോങ്സ് ടു നൾ സ്പേസ് ഓഫ് എ എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ആകെ നൾ സ്പേസിൽ ആര് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്? 0 മാത്രമേ ഉള്ളൂ എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ യു മൈനസ് ബിയുടെ വാല്യൂ 0 ആയാലേ പറ്റുള്ളൂ. വിച്ച് ഇംപ്ലൈസ് യു ഈക്വൽ ടു വി. അപ്പോൾ ടി എ ഓഫ് യു ഈക്വൽ ടു ടി എ ഓഫ് വി എന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് യു ഈക്വൽ ടു വി എന്ന് കിട്ടി. Therefore the transformation ടി എ ഈസ് 1 എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സി ഇംപ്ലൈസ് ഡി വരുന്നത്. ഇനി അടുത്തത് ഡി ഇംപ്ലൈസ് എ ആണ്. അസ്യൂം ദാറ്റ് ദ മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ടി എ ഈസ് 1:1. 1:1 ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് എ പ്രൂവ് ചെയ്യണം. അതായത് ക്യാപിറ്റൽ എ ഈസ് ഇൻവേർട്ടിബിൾ എന്നുള്ളത് കാണിക്കണം. അപ്പോൾ 1:1 ആണ് എങ്കിൽ ടി എ ഓഫ് 0 ഇസ് ഈക്വൽ ടു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനേഷൻ പ്രകാരം നമുക്കതിനെ എ ഇൻറ്റു 0 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. Since TA is 1:1, 0 is the only vector in Rn such that TA of 0 equal to A into 0 equal to 0. 1:1 ആണ് എങ്കിൽ 0ലേക്ക് മാപ്പ് ചെയ്യുന്ന ആകെ ഒരാളേ ഉള്ളൂ, അത് 0 ആണ് എന്ന് കിട്ടും. Hence the system AX equal to 0 has only the ട്രിവിയൽ സൊല്യൂഷൻ. ആകെ ഒരാളേ ഉള്ളൂ, 0ലേക്ക് മാപ്പ് ചെയ്യുന്ന ആകെ ഒരാളേ ഉള്ളൂ, അയാൾ 0 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, ഇത് ആർഎന്നിലെ ആർഎമ്മിലും 0s ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആർഎമ്മിലെ 0ലേക്ക് മാപ്പ് ചെയ്യുന്ന ആകെ ഒരാളേ ഉള്ളൂ, അത് ആർഎന്നിലെ 0 ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ദ സിസ്റ്റം AX equal to 0 ഹാസ് ഓൺലി ദ ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ്. ഈ സിസ്റ്റത്തിന് ആകെ ട്രിവിയൽ സൊല്യൂഷൻ 0 എന്ന് പറയുന്ന സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നാണ്. ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഇപ്പോഴും എന്തായിരിക്കും? A ഈസ് ഇൻവെർട്ടിബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ദ പ്രൂഫ്. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വാലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് Rn സബ് സ്പേസ് ഓഫ് Rനെ മെട്രിക്സ് വ്യൂവിൽ അത് നൾ സ്പേസ് ഓഫ് എ ആയിരിക്കും. സിസ്റ്റം വ്യൂവിൽ അത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിട്ട് പറയുമ്പോൾ ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് AX equal to 0 ആയിരിക്കും. ട്രാൻസ്ഫോർമേഷൻ വ്യൂവിൽ അത് ദ കേർണൽ ഓഫ് ടി എ ആയിരിക്കും. ഈ 3 കാര്യങ്ങളും ഈക്വൽ ആണ് കേട്ടോ. നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും സൊല്യൂഷൻ സ്പേസ് ഓഫ് AX equal to 0 എന്ന് പറയുന്നതും കേർണൽ ഓഫ് ടി എ എന്ന് പറയുന്നതും രണ്ടും സെയിം ആയിരിക്കും. അല്ല, മൂന്നും സെയിം ആയിരിക്കും. അടുത്തത് RMൻ്റെ സബ് സ്പേസ് പറയുമ്പോൾ കോളം സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും ഓൾ ബി ഇൻ RM ഫോർ വിച്ച് AX equal to B ഈസ് കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നതും റേഞ്ച് ഓഫ് ടി എ എന്ന് പറയുന്നതും മൂന്നും സെയിം ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. അടുത്തത് ഷോ ദാറ്റ് ദ റൊട്ടേഷൻ ഓപ്പറേറ്റർ ഓൺ R2 ഈസ് 1:1. റൊട്ടേഷൻ ഓപ്പറേറ്റർ നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് 1:1 ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് റൊട്ടേഷൻ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ അത് ഓർത്തിരിക്കണം. എന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കും, ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിക്കും. സോ ദറ്റ് ഈസ് 1:1 എന്നുള്ളത് കാണിക്കും. അങ്ങനെയും പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ A ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. തൊട്ട് മുകളിൽ പഠിച്ച 4 ഇക്വാലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അങ്ങനെയാണെങ്കിൽ TA ഈസ് 1:1 എന്ന് പറയാം. അപ്പോൾ ഇവിടെ TA അല്ല T ആണ്, T ഈസ് 1:1 എന്നുള്ളത് പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഇൻവേഴ്സ് ഓഫ് എ 1:1 മെട്രിക്സ് ഓപ്പറേറ്റർ. നോക്കി നോക്കാം എന്താ ഡെഫിനേഷൻ എന്നുള്ളത്. ഇഫ് TA ഫ്രം Rn to Rn ഈസ് എ 1:1 മെട്രിക്സ് ഓപ്പറേറ്റർ, then TA ഇൻവേഴ്സ് ഫ്രം അത്
തിരിച്ച് RNൽ നിന്ന് ഈ RNൽ നിന്ന് ഈ RNലേക്കായിരിക്കും. RN to RN that corresponds to A inverse is called the inverse operator or inverse of TA. പ്രത്യേകത TA of TA inverse of x എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് A ഇൻറ്റു A ഇൻവേഴ്സ് ഓഫ് എക്സ്. TA അപ്ലൈ ചെയ്യുക, ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയല്ലേ. അപ്പോൾ ടിഎക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ മെട്രിക്സ് എ എഴുതുക, A ഇൻവേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ മെട്രിക്സ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് A ഇൻവേഴ്സ് എഴുതുക. അപ്പോൾ A ഇൻറ്റു A ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. തിരിച്ച് TA ഇൻവേഴ്സ് TA ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് തന്നെ കിട്ടും. ഓക്കെ, അത് ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. അഗെയിൻ ഇവിടെ കുറച്ച് ഇക്വാലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അത് പഠിക്കുക. A ഈസ് ഇൻവേർട്ടിബിൾ എന്നുള്ളതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു 8 സ്റ്റേറ്റ്മെൻറ്റ്, 8അല്ല കുറച്ചധികം വരുന്നുണ്ട്, അത് പഠിച്ചു വെക്കുക കേട്ടോ. A ഈസ് ഇൻവേർട്ടിബിളിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ ഇതിൽ നിന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഒരു പ്രോബ്ലം. ഷോ ദാറ്റ് ദ ഓപ്പറേറ്റർ T from R2 to R2 defined by the equations W1 equal to 2x1 plus x2, W2 equal to 3x1 plus 4x2 is 1 to 1 and find T inverse of W1, W2. ആദ്യം 1 1 ആണെന്ന് കാണിക്കണം, പിന്നെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എന്താണ് W1, W2 തന്നേക്കണേന്ന് കോളം വെക്ടർ ആക്കിയിട്ട് നമുക്ക് എഴുതാം, കോളം മെട്രിക്സ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ W1 W2 is equal to 2x1 plus x2 and 3x1 plus 4x2. ഇതിനെ മെട്രിക്സ് ഇക്വേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഇൻറ്റു ദ വാരിയബിൾസ് x1, x2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 1, അപ്പോൾ 2 1, ഇവിടെ 3 4 കോഎഫിഷ്യൻസ് നോക്കി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടും ഇൻറ്റു ദ കോളം മെട്രിക്സ് x1, x2. ഇതാണ് അതിൻ്റെ മെട്രിക്സ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T ഈസ് ഈക്വൽ ടു 2 1 3 4 ആണെന്ന് കിട്ടി. ഇനി അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യുക. ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ 5 ആണ് നമുക്ക് കിട്ടുക, വിച്ച് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ T ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ളത് മനസ്സിലായി. T ഇൻവേർട്ടിബിൾ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് പറയാം, ദ ട്രാൻസ്ഫോർമേഷൻ T ഈസ് 1 1 എന്നുള്ളത് ഇക്വാലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. ഇനി നമുക്കതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണം. ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് ആദ്യം അഡ്ജോയിൻ്റ് ഓഫ് T കാൽക്കുലേറ്റ് ചെയ്യാം. T ഇൻവേഴ്സ് 1 ബൈ ഡിറ്റർമിനൻറ്റ് T ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് T ആണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം എന്താണല്ലോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുക. അത് തന്നെയാണ് Tയുടെ ഇൻവേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാം. ദെൻ T ഇൻവേഴ്സ് ഇൻറ്റു ദ കോളം മെട്രിക്സ് W1 W2. അപ്പോൾ ഇതാണ് T ഇൻവേഴ്സ് വരുന്നത് 1/5 ഇൻറ്റു 4 - 1 - 3 2 ഇൻറ്റു W1 W2. അപ്പോൾ അതിനെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. ആ കോളം മെട്രിക്സിനെ ഓർഡേർഡ് പെയർ ആക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ദ ട്രാൻസ്ഫോർമേഷൻ ഇൻവേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ T കിട്ടും. T ഇൻവേഴ്സ് ഓഫ് W1, W2 ഈക്വൽ ടു 4/5 W1 minus 1/5 W2, minus 3/5 W1 plus 2/5 W2. അപ്പോൾ ഇത് ചോദിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവരും പഠിക്കുക. ഒരു ഓപ്പറേറ്റർ തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ഇൻവേഴ്സ് ഓപ്പറേറ്റർ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം അതിൻ്റെ മെട്രിക്സ് ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കണ്ടുപിടിക്കുക. ആ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. ഇൻവേർട്ടിബിൾ ആണ് എങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ 1 1 ആണ്. ഇനി അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിനെ കോളം മെട്രിക്സ് W1 W2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ T ഇൻവേഴ്സ് ഓഫ് W1 W2 ഈസ് ഈക്വൽ ടു T ഇൻവേഴ്സിന് പകരം A ഇൻവേഴ്സ് അവിടെ എഴുതുക. കാരണം മെട്രിക്സ് ട്രാൻസ്ഫോർമേഷനും അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഇക്വാലൻ്റ് ആണല്ലോ. ഇൻറ്റു ദ കോളം മെട്രിക്സ് W1 W2 ചെയ്യുക. കിട്ടുന്ന ആൻസറിനെ ഓർഡേർഡ് പെയർ ആക്കി എഴുതിയാൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ജോമെട്രി ഓഫ് മെട്രിക്സ് ഓപ്പറേറ്റേഴ്സ് ഓൺ R2 ആണ്. ഫസ്റ്റ് വരുന്നത് ഒരു തിയറാണ്.
If T from R2 to R2 is multiplication by an invertible matrix, then the image of straight line is a straight line. ഈ images എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. The image of a line through the origin is a line through the origin. The image of parallel lines are parallel lines. The image of a line segment joining the points P and Q is the line segment joining the images of P and Q. The images of 3 points lie on a line if and only if the points themselves lie on a line. ഇതാണ് ഇക്വലന്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അടുത്തതൊരു പ്രോബ്ലം ആണ്. Let T from R2 to R2 be multiplication by the matrix A equal to 3, 1, 2, 1. Find an equation for the image of the line y equal to 2x plus 1 under the transformation T. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അത് ഇൻവേർട്ടിബിൾ ആണ്, നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി, ഹെൻസ് ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ എന്നുള്ളത് മനസ്സിലായി. എ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്തു. എ ഇൻവേഴ്സ് നമ്മൾ സാധാരണ ഫൈൻഡ് ചെയ്യാറുള്ള പോലെ ഫൈൻഡ് ചെയ്യാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന അപ്പോൾ ലൈനാണ് y ഈക്വൽ ടു 2x പ്ലസ് 1. അങ്ങനെയാണ് എങ്കിൽ എക്സ് വൈ ബി എ പോയിന്റ് ലൈ ഓൺ ദ ലൈൻ 2x പ്ലസ് 1 എന്നെടുക്കുക, y ഈക്വൽ ടു 2x പ്ലസ് 1 ആൻഡ് ലെറ്റ് എക്സ് ഡാഷ് വൈ ഡാഷ് ബി ഇറ്റ്സ് ഇമേജ് അണ്ടർ ദ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കൊണ്ട് ഈ പോയിന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള ഇമേജ്, ആ ട്രാൻസ്ഫോർമേഷൻ്റെ ഇമേജ് എക്സ് ഡാഷ് വൈ ഡാഷ് ആണ് എന്നെടുക്കാം. അപ്പോൾ കറസ്പോണ്ടിങ് മെട്രിക്സ് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോളം മെട്രിക്സ് എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു എ ഇൻറ്റു മെട്രിക്സ് എക്സ് വൈ എന്നുള്ളത് കിട്ടും. അപ്പോൾ മെട്രിക്സ് എ അവിടെ എഴുതുക, ഇൻറ്റു എക്സ് വൈ എന്ന് എഴുതുക. ഇനി അതിൽ നിന്ന് എക്സ് വൈ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? എക്സ് വൈനെ ഇവിടെ നിർത്തിയിട്ട് എയെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എ ഇൻവേഴ്സ് ആവും അല്ലേ? അപ്പോൾ കോളം മെട്രിക്സ് എക്സ് വൈ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് കിട്ടും. എ ഇൻവേഴ്സ് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പോൾ നമുക്ക് ഈ കോളം മെട്രിക്സ് ആണ് കിട്ടുക. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് മൈനസ് വൈ ഡാഷ് ആൻഡ് വൈ ഈക്വൽ ടു മൈനസ് 2x ഡാഷ് പ്ലസ് 3y ഡാഷ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് ഈ ലൈൻമേലുള്ളൊരു പോയിന്റ് ആയിരുന്നു അല്ലേ? ഇപ്പോൾ നമുക്ക് എക്സിനും വൈക്കും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂസ് ഈ ലൈൻമേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെ ഈ വാല്യൂം, എവിടെയൊക്കെ വൈ ഉണ്ടോ അവിടെ ഈ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് ഇക്വേഷൻ വരുന്നത്. വൈ ഡാഷ് ഈക്വൽ ടു, അല്ലെ ഇതായാലും മതി, 5y ഡാഷ് ഈക്വൽ ടു 4x ഡാഷ് പ്ലസ് 1, ഈ ഇക്വേഷൻ ആയാലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഇക്വേഷൻ വരുന്നത്. അല്ലെങ്കിൽ അതായത് തന്നിരിക്കുന്ന ലൈനിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത് ഈ ലൈനാണ്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇമേജ് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇമേജ് ആയിട്ട് വരുന്നത് ഇതാണ്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ പ്രോബ്ലം ആണ്. അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതിയാവും. ഓക്കെ, അടുത്തത് സ്കെച്ച് ദ ഇമേജ് ഓഫ് യൂണിറ്റ് സ്ഫിയർ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ടെക്സ്റ്റ് കയ്യിലുണ്ടല്ലോ. അപ്പോൾ കുറച്ച് വായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു തരാം. കോമൺ ആയിട്ട് ഞാനത് പറയുന്നില്ല. ബാക്കി ഇത്രയും മതിയാവും. ജനറൽ ആയിട്ടാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ മതിയാവും കേട്ടോ. ആവശ്യമുള്ളവർ ഒന്ന് വായിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.